ഹായ് ഹലോ എവരി വൺ വെൽക്കം ടു സൈലം SSC ആൻഡ് RRB. അപ്പോൾ ഇനി വരാനിരിക്കുന്ന SSC എക്സാമുകൾക്ക് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന അപ്രോച്ചും നിങ്ങൾ ഓർത്തിരിക്കണം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. The value of a cube plus b cube plus c cube minus 3abc when a is 125, b is equal to 127, c is equal to 129. നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് a cube plus b cube plus c cube minus 3abc ക്ക് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ഈ മൂന്ന് വാല്യൂസ് നോക്കുക. എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ. ഈ മൂന്ന് വാല്യൂസും എന്തിലാണെന്ന് പറയാം? 125, 127, 129. ഇതെന്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. കാരണം ഈ നമ്പേഴ്സിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. സോ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ABC എന്ന് പറയുന്നത്, ABC എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ, AP-യിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? a ക്യൂബ് പ്ലസ് b ക്യൂബ് പ്ലസ് c ക്യൂബ് മൈനസ് 3abc എന്ന് പറയുന്നതിന്റെ റിസൾട്ട്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, എന്തായിരിക്കും? 9bd² ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം എന്ത്? 9bd² ആണ് ഇതിന്റെ ആൻസർ. സോ 9 ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താ? ബി എന്ന് പറയുന്നത് എന്താണ്? അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ബി എന്ന് പറയുന്നതാണ് മിഡിൽ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ബി എന്താ? 127 ആണ് ബി എന്ന് പറയുന്നത്. സോ 9 ഇൻറ്റു 127 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താ? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എത്രയാ? 2 ആണല്ലോ. സോ 2² എന്ന് പറയുന്നത് 4 ആയിരിക്കും അല്ലെ? അതായത് 9 ഇൻറ്റു 127 ഇൻറ്റു 4 ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അത് എത്രയാണ് വരിക? നമുക്ക് നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് എടുത്ത് നോക്കാമല്ലോ. ലാസ്റ്റ് ഡിജിറ്റ് എടുത്ത് എന്ത് വരും? 9 ഇൻറ്റു 7 എന്താണ്? 63. 63-ലെ 3 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. 3 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആൻസറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് അഥവാ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും അല്ലെ? ഓപ്ഷനിൽ നോക്കിയാൽ മനസ്സിലാവും 2 യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ അല്ല. ബാക്കി എല്ലാത്തിലും 2 ആണ് യൂണിറ്റ് ഡിജിറ്റ്. ഇനി നമുക്ക് എന്ത് നോക്കണം? ഇനി നോക്കേണ്ടത് ആൻസർ എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ? അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഓപ്ഷൻ ബിയും ഡിയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓപ്ഷൻ സി അല്ലാന്ന് മനസ്സിലായി അല്ലെ? അതുപോലെ തന്നെ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്കറിയാം ഓപ്ഷൻ ബി ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓപ്ഷൻ ഡി ആണോ? ഡി ഓപ്ഷൻ ആണോ? അല്ല, ഓപ്ഷൻ ഡിയും അല്ല. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, സോ ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. ഓപ്ഷൻ ബി എന്ന് പറയുന്ന 4572 ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ദ നെക്സ്റ്റ് വൺ, ഇതെന്താ പറയുന്നത്? ഡയഗണൽ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 53. ഇറ്റ്സ് ഏരിയ ഈസ് 1260 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ? ഒരു റെക്ടാംഗിൾ ഉണ്ട്. ആ റെക്ടാംഗിളിന്റെ ഡയഗണൽ തന്നിട്ടുണ്ട്. നമുക്കൊരു റെക്ടാംഗിൾ ആയിട്ട് എടുക്കാം. ഇതൊരു റെക്ടാംഗിൾ ആണ്. ഈ റെക്ടാംഗിളിന്റെ ഡയഗണൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 53 ആണ് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് വാട്ട്? 53 ആണ്. അതിന്റെ ഏരിയ തന്നിട്ടുണ്ട് 1260 ആണ് ഏരിയ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ഈ കിട്ടുന്നത് എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും അല്ലെ? റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് 53 എന്ന് പറയുന്നത്. നമുക്ക് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? 28, 45, 53 പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. 28, 45, 53 എന്ന് പറയുന്ന 3 വാല്യൂസ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. അതിൽ 53 എന്ന് പറയുന്നത് ഡയഗണൽ ആണ്. ബാക്കിയുള്ള സൈഡുകൾ ഫോർ എക്സാമ്പിൾ 28, 45 ആക്കി എടുത്താൽ, അല്ലെങ്കിൽ എന്താ എടുക്കാം? നമുക്ക് ഇത് 28, 45 ആക്കിയിട്ട് എടുക്കാം. സോ ദിസ് ഇസ് 28 ആൻഡ് ദിസ് ഇസ് 45. അങ്ങനെ ആക്കി എടുത്താൽ ഏരിയ എന്തായിരിക്കണം? 1260 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 28 ഇൻറ്റു 45 1260 അല്ലേ? ആണ്. കാരണം എന്താ? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 28 ഇൻറ്റു 45 എന്ന് പറയുന്നത് 1260 ആണ്. സോ നമുക്ക് എന്ത് പറയാം? 28ഉം 45ഉം തന്നെയാണ് അതിന്റെ സൈഡുകൾ എന്ന് പറയാം. എന്താ ചോദിച്ചിരിക്കുന്ന? പെരിമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് 2 ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് 45 പ്ലസ് 28 ആയിരിക്കും അല്ലെ? ഇതെത്ര? 45, 28ഉം 73. 73ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 146 ആയിരിക്കും ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? എന്താ വരുന്നത്? x² പ്ലസ് 1/x² is equal to 11. x is a positive value. Sorry, x is greater than 1. Then find x² minus 1/x². ഇത് കണ്ടപാടെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണെന്ത്? x plus 1/x ഉം അതേപോലെ തന്നെ x minus 1/x എടുത്ത് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇതിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, x plus 1/x എന്ന് പറയുന്നത് k ആണെങ്കിൽ
എക്സ് മൈനസ് 1/x എന്ന് പറയുന്നത് എക്സ് മൈനസ് 1/x എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്തായിരിക്കും കെ സ്ക്വയർ മൈനസ് 4 ആയിരിക്കും. ഓക്കെ, സോ അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിലെ എക്സ് സ്ക്വയർ പ്ലസ് 1/x² ആണ് തന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 1/x² ആണെങ്കിലും സെയിം റിസൾട്ട് തന്നെയാണ് ഇവിടെ വരിക. എന്താണ് 11നെ കെ ആയിട്ട് എടുക്കുക. സോ ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ അതായത് 11² മൈനസ് 4 അതായത് 121 മൈനസ് 4 എന്ന് പറയുമ്പോൾ എത്രയാണ് 117 ആണ് വരിക അല്ലെ 117ന്റെ റൂട്ട് എന്താ ദാറ്റ് മീൻസ് വാട്ട് അത് 13 ഇൻറ്റു 9 അല്ലേ. 13ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. പ്രൈം നമ്പറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ വാട്ട് ഈസ് ആൻസർ 9ന്റെ റൂട്ട് എന്ന് പറയുന്നത് 3 ആണ്. 3 റൂട്ട് 13 ആയിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. സോ നെക്സ്റ്റ് ഇത് നോക്കിയാൽ റൂട്ട് 15 പ്ലസ് റൂട്ട് 6 പ്ലസ് റൂട്ട് 5 പ്ലസ് റൂട്ട് 2 ഇൻറ്റു ആണ് റൂട്ട് 15 മൈനസ് റൂട്ട് 6 മൈനസ് റൂട്ട് 5 പ്ലസ് റൂട്ട് 2. ഇതിലെന്താ വരുന്നത്? ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ റൂട്ട് 15 പ്ലസ് റൂട്ട് 2 ഉണ്ട്, ഇവിടെയും റൂട്ട് 15 പ്ലസ് റൂട്ട് 2 ഉണ്ട്. അതുപോലെ തന്നെ റൂട്ട് 6 പ്ലസ് റൂട്ട് 5 ഇവിടെ ഉണ്ട്, മൈനസ് റൂട്ട് 6ഉം മൈനസ് റൂട്ട് 5 ഇവിടെ ഉണ്ട്. ഇതെന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റിലേക്ക് എഴുതാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണേ. റൂട്ട് 15 പ്ലസ് റൂട്ട് 2 ആണല്ലോ, പ്ലസ് എന്ത് വരും റൂട്ട് 6 പ്ലസ് റൂട്ട് 5 അല്ലെ, റൂട്ട് 5. ഇതാണെന്ന് പറയുന്നത് എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇൻറ്റു, ശ്രദ്ധിക്കണേ, ഇൻറ്റു എന്ത് വരും എന്താ വരിക റൂട്ട് 15 പ്ലസ് റൂട്ട് 2 ഇവിടെ ഉണ്ട്, റൂട്ട് 15 പ്ലസ് റൂട്ട് 2 മൈനസ് എന്ത് വരും എന്താ വരിക മൈനസ് റൂട്ട് 6 പ്ലസ് റൂട്ട് 5 അല്ലെ, റൂട്ട് 6 പ്ലസ് റൂട്ട് 5. ഓക്കെ ആണല്ലോ? അതല്ലേ? ഇതെന്ത് ഫോർമാറ്റിലാണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവണം. ഇത് ഏത് ഫോർമാറ്റിലാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഈ ഫോർമാറ്റിലല്ലേ? ഈ ഫോർമാറ്റിലാണല്ലോ. ഈ ഫോർമാറ്റിലാണ് എടുക്കുന്നത്. ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊണ്ട് ഇടാട്ടോ. ഈ ഫോർമാറ്റിലാണ് എടുക്കുന്നത്. എന്താണ് ആൻസർ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരിക്കും. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വണ്ണിന്റെ സ്ക്വയർ, അതായത് റൂട്ട് 15 പ്ലസ് റൂട്ട് 2ന്റെ സ്ക്വയർ അല്ലെ, റൂട്ട് 15 പ്ലസ് റൂട്ട് 2ന്റെ സ്ക്വയർ, അതാണ് എ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ റൂട്ട് 6 പ്ലസ് റൂട്ട് 5ന്റെ സ്ക്വയർ അല്ലെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരിക്കും. അതായത് ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 15 എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്, ഇതും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 15ന്റെ സ്ക്വയറും റൂട്ട് 2ന്റെ സ്ക്വയറും 15 പ്ലസ് 2 17 അല്ലെ, പ്ലസ് 2ab 2 ഇൻറ്റു റൂട്ട് 15ഉം റൂട്ട് 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് 30 ആണല്ലോ, മൈനസ് എന്ത് വരും റൂട്ട് 6ന്റെ സ്ക്വയറും റൂട്ട് 5ന്റെ സ്ക്വയറും എന്ത് വരും 11 വരും, പ്ലസ് എന്ത് വരും 2 ഇൻറ്റു റൂട്ട് ഓഫ് 6 ഇൻറ്റു 5 എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ അല്ലെ? വെട്ടിക്കളയാളതൊക്കെ വെട്ടിക്കളയുക. എന്താ വരിക പ്ലസ് 2 റൂട്ട് 30 മൈനസ് 2 റൂട്ട് 30 വെട്ടിപ്പോവും. 17 മൈനസ് 11 എന്ന് പറയുന്നത് എത്രയായിരിക്കും 6 ആയിരിക്കും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 6. ഇത് സി എന്ന് എഴുതിക്കണം കേട്ടോ. ഈ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ല? ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ ബി അല്ലെ, 6 ആയിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പുകൾ വന്നാലും നമുക്ക് ഈസി ആയിട്ട് അത് കോംപ്രഹെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കണം. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് വൺ. ട്രിഗണോമെട്രിയിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എന്നാൽ ചില ക്വസ്റ്റ്യനൊക്കെ നമ്മൾ കാണുമ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ സ്റ്റക്ക് ആയി പോകും. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കോസ് 50 ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ 50 എന്താണ് വരിക? കോസ് 50യുടെ വാല്യൂ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല, ഇല്ലല്ലോ. സൈൻ 50യുടെ വാല്യൂ തീരെ പഠിച്ചിട്ടില്ല. ഓക്കെ, സോ ഇവിടെ എന്താണ് വരിക? കോസ് 50 എന്ന് പറഞ്ഞാൽ കോസ് 90 മൈനസ് 40 അല്ലേ? കോസ് 90 മൈനസ് 40 ആണല്ലോ. കോസ് 90 മൈനസ് 40 എന്ന് പറഞ്ഞാൽ എന്താ സൈൻ 40 അല്ലേ, അല്ലെ? കോസ് 90 മൈനസ് 40 എന്ന് പറഞ്ഞാൽ സൈൻ 40 ആണ്. സോ സൈൻ 40 ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ 50 എന്ന് പറഞ്ഞാൽ സൈൻ 90 മൈനസ് 40 ആണല്ലോ സൈൻ 50. സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് കോസ് തീറ്റ അല്ലേ. സോ 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് 40 ആണല്ലോ. യെസ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സൈൻ 40 എന്ന് പറയുമ്പോൾ സൈൻ 2 ഇൻറ്റു 20 അല്ലേ, 2 ഇൻറ്റു 20, അതായത് സൈൻ 2 തീറ്റ എന്നുള്ള ഫോർമാറ്റിലേക്ക് എഴുതി ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 40 എന്ന് പറയുമ്പോൾ 1 പ്ലസ് കോസ് 40 എന്ന് പറയുന്നതിന് 2 ഇൻറ്റു 20 എന്ന് എഴുതി, അതായത് കോസ് 2 തീറ്റ ആയിട്ട് മാറ്റി എഴുതി. സൈൻ 2 തീറ്റ മേലെ ഉണ്ട്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 2 തീറ്റ ഉണ്ട്. ഓക്കെ അല്ലെ? സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ 2 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലെ, 2 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലെ,
2 sin theta cos theta. താഴെ ഇതാണ് 2 sin theta. Sin theta എന്ന് പറയുമ്പോൾ sin 20 cos 20. അതല്ല cos theta divided by 1 plus cos 2 theta എന്ന് പറഞ്ഞാൽ എന്താ? 1 plus cos 2 theta. അതായത് cos 2 theta എന്ന് പറഞ്ഞാൽ എന്താ? cos 2 theta എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 cos square theta minus 1. അല്ലേ? അല്ലെങ്കിൽ എന്ത് എഴുതാം? 1 minus 2 sin square theta എന്ന് എഴുതാം. പക്ഷെ നമുക്ക് ഇവിടെ 1 പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ 1 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 cos square theta minus 1 എടുത്തു. So that means 1 plus എന്ത് വരും? 2 cos square theta minus 1. അല്ലെ? വെട്ടിക്കളയേ. എന്തൊക്കെ വെട്ടിക്കളയാന്നുള്ളത് നമുക്ക് ഇവിടെ +1 -1 വെട്ടിപ്പോയി. അല്ലെ? 2 ക്യാൻസൽ ചെയ്ത് കളയും. cos സ്ക്വയറിൽ ഒരു കോസും cos 2 theta എന്ന് പറഞ്ഞാൽ എന്താണ്? cos 2 theta എന്ന് പറഞ്ഞാൽ cos square theta എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതണം കേട്ടോ. cos square theta എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ എത്രയാണ്? തീറ്റ 20 ആണ് കേട്ടോ. 20 -1. ഓക്കെ അല്ലേ? യെസ്. സോ ഈ -1 +1 വെട്ടിപ്പോയി. 2 നമ്മൾ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. cos square 20 ഒരു cos 20 വെട്ടിപ്പോയി. sin 20 ഡിവൈഡഡ് ബൈ cos 20 എന്തായിരിക്കും ആൻസർ? tan 20 ആയിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ tan 20 ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസിന് നമ്മൾ ഒരിക്കലും ഇൻ ബിറ്റ്വീൻ സ്റ്റക്ക് ആയി പോകാനായിട്ട് പാടില്ല. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ തന്നെയായിരിക്കും എന്താ പറയാ നമ്മുടെ ഈ വരുന്ന എക്സാമുകൾക്ക് SSC ആണെങ്കിലും NTPC എക്സാമുകൾക്കാണെങ്കിലും ചോദിക്കാനായിട്ട് പോകുന്നത്. സോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ SSC ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇനി കേരളത്തിലുടനീളം എല്ലാ സൈലന്റ് ക്യാമ്പസുകളിലും 8 ജില്ലകളിലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ട്രിവാൻഡ്രത്തായിരിക്കും. ജൂൺ 1-ാം തീയതി വർക്ക്ഷോപ്പിൽ തുടങ്ങും. ഫ്രീ വർക്ക്ഷോപ്പും ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഫ്രീ ഓഫ്ലൈൻ ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി വരാനിരിക്കുന്ന എല്ലാ SSC എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. സോ നിങ്ങൾക്ക് വരാം, ജോയിൻ ചെയ്യാം. ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂര്, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ക്യാമ്പസുകളിലെല്ലാം ഇനി സൈലം SSCയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എല്ലാ ബാച്ചുകളുടെയും സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു വർക്ക്ഷോപ്പിൽ തുടങ്ങും. 10 ദിവസം ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അത് മാത്രമല്ല റിയൽ ആയിട്ട് നിങ്ങൾ ശരിക്കുള്ള എക്സാമിനേഷൻ സെന്ററുകളിൽ പോയി എക്സാമുകൾ എഴുതുന്ന അതേ എക്സാമുകൾ തന്നെയായിരിക്കും നമ്മളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. CBTs എല്ലാം ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ എല്ലാം ഇൻവോൾവ് ചെയ്തിട്ടുള്ളതായിരിക്കും. സോ അത് നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് CGL എക്സാമിന് പഠിക്കണമെങ്കിൽ ഫസ്റ്റ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് തൊട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ CGL സെലക്ഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഓൾറെഡി സിലബസ് പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഒന്നും കൂടെ കവർ ചെയ്യണമെങ്കിൽ യു ക്യാൻ ജോയിൻ വാട്ട് SSC CGL മാസ്റ്റർ ബാച്ച്. ഓക്കെ, ഈ ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് SSCക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ആൻഡ് ജോയിൻ വിത്ത് us ആൻഡ് ക്രാക്ക് യുവർ എക്സാംസ്. ഓൾ ദി ബെസ്റ്റ്.